മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തില് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തിക്ക് നന്ദി പറയാം. ദൈവികമായ കൃപയോട്, അഭിഷേകത്തോട് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ചേർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ദിനം, ഒരു പുതിയ പ്രഭാതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. ഈ പ്രഭാതം നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം. ഓരോ പ്രഭാതത്തിലും തമ്പുരാന്റെ പുത്തൻ സ്നേഹം നമ്മളെ തേടിയെത്തുന്ന ദൈവാനുഭവത്തിലേക്കാണ് നാം ഓരോരുത്തരും നയിക്കപ്പെടുന്നത്. ഈ നിമിഷം ദൈവ തിരുസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ട് നമുക്ക് മാറാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാത വിരുന്ന് ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. അമ്മേ മാതാവേ, ഈ ശുശ്രൂഷയിൽ ഉടനീളം നീ ഞങ്ങളോട് കൂടെയായിരിക്കണമേ. ഈ ശുശ്രൂഷയുടെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിന്റെ തിരുക്കുമാരൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഈ നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ദൈവ തിരുസന്നിധിയിൽ ചേർത്ത് വയ്ക്കാം. അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ നിയോഗങ്ങളോടൊപ്പം എല്ലാ കർഷകരെയും ചേർത്ത് വയ്ക്കാം. മണ്ണിൽ കൃഷി ചെയ്ത് അധ്വാനിക്കുന്നവർക്ക് ഫലം ലഭിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹീത വചനം ശ്രവിക്കാനായിട്ട്, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ഒരുക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 9 വാക്യങ്ങൾ 35 മുതൽ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ വചനഭാഗം നമ്മളോട് പറയുകയാണ്, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ.
സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിന്റെ യാത്രയില് പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥകൾ സംഭവിക്കാറുണ്ട്. നിരാശപ്പെട്ടു പോകുമ്പോൾ പ്രത്യാശ നൽകുന്ന ദൈവത്തിങ്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഭരമേൽപ്പിച്ചു കൊടുക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അപ്പച്ചൻ ഇപ്രകാരം വലിയ സങ്കടത്തോടു കൂടെ പറഞ്ഞു വെച്ചു. അപ്പച്ചൻ പറയുകയാണ്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി സമ്പാദിച്ചു. എനിക്ക് സമ്പാദ്യങ്ങൾ ഒത്തിരിയുണ്ട്, മനോഹരമായ ഭവനമുണ്ട്, കൃഷിയിടമുണ്ട്, മറ്റ് കാര്യങ്ങൾ ഒക്കെയുണ്ട്. പക്ഷേ വരും കാലഘട്ടത്തിലേക്ക് അത് നോക്കി നടത്താനായിട്ട് ആരും ഇല്ല. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച മക്കളൊക്കെ എന്തേ? മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ അവരുടേതായ ജോലി മേഖലകളിലേക്ക് പോയി. ആരും എന്നെ നോക്കാനോ ഞാൻ കരുതി വെച്ചതിനെ സംരക്ഷിക്കുവാനോ ഇല്ല. വലിയൊരു വിഷമത്തിന്റെ അവസ്ഥയാണ്. ഇന്ന് പല കുടുംബങ്ങളിലെയും വലിയൊരു വിഷമത്തിന്റെ അവസ്ഥയാണ് ഇത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ അപ്പച്ചനോട് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഒന്നും ദൈവം അറിയാതെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. തക്ക സമയത്ത് അവിടുന്ന് ആവശ്യമുള്ളവരെ അയച്ച് അവിടുത്തെ പ്രിയപ്പെട്ടവരെ കാത്തു പരിപാലിക്കും. പ്രിയമുള്ളവരെ, കാലങ്ങൾ മുൻപോട്ട് നടന്നു നീങ്ങിയപ്പോൾ ഈ അപ്പച്ചൻ്റെ മകനൊക്കെ വിദേശത്ത് നിന്ന് തിരിച്ചു വരികയും സന്തോഷത്തോടു കൂടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ഒക്കെ ചെയ്തു. അവിടെ ഞാൻ കാണുന്ന വലിയൊരു കൃപയെക്കുറിച്ചാണ് ഇന്നേ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അപ്പച്ചൻ്റെ വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ അപ്പച്ചൻ എന്ത് നടുമ്പോഴും എന്തു വളരുമ്പോഴും എന്തിൽ നിന്ന് ഫലം ലഭിക്കുമ്പോഴും ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് ജീവിതത്തിൽ തയ്യാറായ വ്യക്തിയാണ്. തൻ്റെ മക്കളിൽ ആദ്യത്തെ മകനെ ദൈവത്തിന് സമർപ്പിച്ച് ഒരു വൈദികനാക്കുവാനായിട്ട്, ആദ്യത്തെ മകളെ ഒരു സിസ്റ്ററായി നൽകുവാനായിട്ട് ഈ അപ്പച്ചൻ തയ്യാറായി. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ സകല സമ്പത്തിൽ നിന്നും ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കുവാനായിട്ട്, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ജീവിതത്തിൽ തയ്യാറായതിൻ്റെ ഒരു പുണ്യപൂർണതയിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യന് ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ടും ജീവിക്കുവാനായിട്ടും സാധ്യമാവുകയാണ്. അവിടെ പ്രിയമുള്ളവരെ, ദൈവത്തിന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതിനെ അല്ലെങ്കിൽ ദൈവത്തിന് നൽകിയതിനെ ഒരിക്കലും നശിച്ചു പോകാനായിട്ട്, ഒരിക്കലും തകർന്നു പോകാനായിട്ട് തമ്പുരാൻ അനുവദിക്കില്ല. എനിക്ക് വ്യക്തമായിട്ട് ജീവിതത്തിലൂടെ പറയാനായിട്ട് സാധിക്കും. ദൈവത്തിന് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് ഓഹരി കൊടുക്കുന്നതിൻ്റെ ബാക്കി നശിച്ചു പോകാനായിട്ട് തമ്പുരാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ വാക്യം പറയുകയാണ്: കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് നോക്കുവാനായിട്ട് സാധിക്കണം. എത്രമാത്രം ദൈവികതയുടെ കൃപയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനായിട്ട്, ദൈവാനുഗ്രഹം ജീവിതത്തിൽ സംഭവിക്കുന്ന വഴികളിൽ കൃപ കണ്ടെത്തുവാനായിട്ട്, ആ കൃപയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമ്മളൊക്കെ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്. ഈ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടേതായ സ്വാർത്ഥതകളെ വെടിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയെ ഒരുവൻ സഞ്ചരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവം അവനെ കൈപിടിച്ച് നടത്തും. അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ദൈവം അവനോട് പറയുകയാണ്, നിനക്കുള്ള സകലതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ കാണിച്ചെന്ന ദേശത്തേക്ക് യാത്രയാവുകയും അവിടെ വാസമുറപ്പിക്കുകയും ചെയ്യുക. ദൈവം അരുളി ചെയ്തതുപോലെ അബ്രാഹം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചപ്പോൾ അബ്രാഹം ജനതകളുടെ പിതാവായിട്ട് മാറുകയാണ്. വിക്കനായ മോശയോട് ദൈവം പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് നയിക്കുവാനായിട്ട്, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനായിട്ട് ഫറവോയുടെ മുൻപിലേക്ക് നീ കടന്നു ചെല്ലുക.
മോശ ദൈവത്തിന്റെ വാക്ക് കേൾക്കുകയും ഫറവോയുടെ മുൻപിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് തയ്യാറായപ്പോൾ മോശയുടെ വിക്കരെ എടുത്തു മാറ്റി സ്ഫുടമായിട്ട് അവൻ സംസാരിക്കുകയും അവൻ സ്ഫുടമായിട്ട് നിവർന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് അവൻ സാക്ഷിയായിട്ട് മാറി. അതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? ചെങ്കടല് അവന്റെ നേതൃത്വത്തില് ഇസ്രായേൽ ജനം കടക്കുകയാ. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ നമുക്കൊന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും ചെങ്കടലുകൾ കടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും മരുഭൂമികൾ മറികടക്കേണ്ടതായിട്ടുണ്ട്. ഈ ചെങ്കടല് കടക്കണമെങ്കിലും മരുഭൂമി നമ്മൾ താണ്ടണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തെ കൂട്ടുചേർക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം. ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, ജീവിതത്തിന്റെ ആകുലതകളില്, ജീവിതത്തിന്റെ രോഗങ്ങളില്, ജീവിതത്തിന്റെ സഹനങ്ങളില് ദൈവത്തോട് ഒന്ന് ചേരാനായിട്ട് നീ മനസ്സ് കാണിക്കണം. പ്രിയമുള്ള ദൈവജനമേ, ഒന്ന് ചിന്തിച്ചു നോക്കണം, എത്രമാത്രം ദൈവത്തിന്റെ പക്ഷത്തോട് ചേരാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എത്രമാത്രം ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് ദൈവം എന്നെ കൈപിടിച്ച് വഴി നടത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുവാനായിട്ട് ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ട്. ജീവിതത്തിൽ ഒന്ന് ചോദിച്ചു നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം പറയുകയാണ്, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ജീവിതത്തിന്റെ തളർച്ചകളില് ദൈവത്തെ കൂട്ടുപിടിക്കുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും മനുഷ്യരെ കണ്ടുമുട്ടുകയാണ്. ജീവിതത്തിന്റെ തളർച്ചകളില് തമ്പുരാനിൽ നിന്ന് ഓടിയകലുന്നവര്, ജീവിതത്തിലെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നവര്, ദിവ്യബലിയിൽ പങ്കെടുക്കാത്തവര്, കുദാശകളുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നവര്, ജപമാല ചൊല്ലാത്തവര്, തിരുവചനം കയ്യിലെടുക്കാത്തവര്. നീ ഒന്ന് ചിന്തിച്ചു നോക്കണം. നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ ആ തകർച്ചയെ മറികടക്കാനുള്ള കരുത്ത് നൽകാൻ നിന്റെ ദൈവത്തിന് കഴിയും. നിന്റെ ജീവിതത്തിൽ എത്രമാത്രം വലിയ തകർച്ചയുണ്ടായാലും ആ തകർച്ചയെ മറികടക്കാനുള്ള കരുത്ത് നൽകാനായിട്ട് നിന്റെ ദൈവത്തിന് കഴിയും. നീ ഒന്ന് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ, ദൈവത്തില് ആശ്രയം തേടുക. തമ്പുരാന്റെ കരത്തിലേക്ക് നിന്റെ ജീവിതത്തെ നീ ഭരമേൽപ്പിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ അധ്യായം 1-ാം വാക്യം പറയുകയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനായുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം, ഈ ദൈവിക പദ്ധതിയോട് ഒന്ന് ചേരാനായിട്ട്, ദൈവിക പദ്ധതിയുടെ നിറവില് ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ജീവിതങ്ങൾ ചേർക്കപ്പെടുന്ന നിമിഷം ജീവിതത്തിൽ അനുഗ്രഹം സംഭവിക്കുകയാണ്. ജീവിതത്തിൽ അനുഗ്രഹം സംഭവിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം, എത്രമാത്രം ഈ ദൈവിക പദ്ധതിയിൽ ആശ്രയിച്ചുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ വിളവിൻ്റെ നാഥനോട് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടോ? വിളവിൻ്റെ നാഥനോട് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്. പരീക്ഷ പരാജയപ്പെട്ടതിൻ്റെ റിസൾട്ട് കയ്യിൽ വാങ്ങിക്കുമ്പോൾ അടുത്ത പരീക്ഷയെ മുൻനിർത്തി അടുത്ത പരീക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ ആ തകർച്ചയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് വിളിക്കാനായിട്ട്
ജീവിതത്തിൽ പറ്റുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ബൈബിളിൽ നോക്കിക്കേ, തകർച്ചയുടെ നടുവിൽ നിന്നും, പ്രയാസത്തിൻ്റെ നടുവിൽ നിന്നും, രോഗത്തിൻ്റെ നടുവിൽ നിന്നും, സഹനത്തിൻ്റെ നടുവിൽ നിന്നും ദൈവത്തെ വിളിച്ചവരുടെ വലിയൊരു കഥയല്ലേ തിരുവചനം നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത്. ദാനിയേൽ നോക്കിക്കേ, അലറി വിളിക്കുന്ന സിംഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടല്ലേ ദൈവത്തെ വിളിക്കുന്നത്. അഗ്നികുണ്ഡത്തിൻ്റെ നടുവിൽ നിന്നല്ലേ ദൈവത്തെ വിളിക്കുന്നത്. വീണ്ടും നോക്കിക്കേ, സുസനായുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും അവൾ നിശബ്ദമായിട്ട് തൻ്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് അവളൊന്ന് ചേർത്ത് വെക്കുകയില്ലേ? നമ്മുടെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. തമ്പുരാന്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കുവാനായിട്ട്, തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കൃപയാൽ ജീവിതം ഒന്ന് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്, തമ്പുരാൻ ജീവിതത്തിൽ നിന്ന് അവകാശപ്പെടുന്നതിനെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വചനം വീണ്ടും നമ്മോട് പറയുകയാണ്, വിളവധികം വേലക്കാരെ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസത്തെ സമർപ്പിച്ച്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ സന്നിധിയിലേക്ക് എൻ്റെ ഇന്നേ ദിവസത്തെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. ഇന്നേ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. അനുനിമിഷം നിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, നിന്റെ കൃപയെ അനുഭവിക്കുവാൻ, നിന്റെ കൃപയുടെ നിറവിൽ ജീവിതം ഒരു അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കരുത്തും അനുഗ്രഹവും നൽകണമേ. അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷക, എനിക്ക് വേണ്ടി സംരക്ഷണ വലയം തീർക്കണമേ. സകല വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, വേദസാക്ഷികളെ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. എൻ്റെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെ, വിശുദ്ധയെ, നിങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെയും മധ്യസ്ഥയുടെയും മാധ്യസ്ഥവും തേടി പ്രാർത്ഥിക്കാം. ഈ നിമിഷം പല പ്രത്യേകമായിട്ട് സ്വർഗം നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന നമ്മുടെ കാവൽ മാലാഖായുടെ സംരക്ഷണം തേടാം. എല്ലാവിധ അബദ്ധങ്ങളിൽ നിന്നും, വിപത്തുകളിൽ നിന്നും, തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഓർമ്മയിലുണ്ടൊരു ക്രിസ്മസ്, 1000 നിറമാർന്ന ക്രിസ്മസ്. ഉഷകാല നക്ഷത്ര സൂനുവായി ഉണ്ണിയേശു പിറന്ന പുണ്യദിനം. ഓർമ്മയിലുണ്ടൊരു ക്രിസ്മസ്, 1000 നിറമാർന്ന ക്രിസ്മസ്. ഉഷകാല നക്ഷത്ര സൂനുവായി ഉണ്ണിയേശു പിറന്ന പുണ്യദിനം. ഓർമ്മയിലുണ്ടൊരു ക്രിസ്മസ്.
ക്രിസ്മസ്. മാനത്തൊരായിരം മാലാഖമാർ സദ്വാർത്തയേകിയ ക്രിസ്മസ്. സന്മനസ്സുള്ളോർക്ക് ശാന്തിയേകി ദൈവം പറഞ്ഞ ക്രിസ്മസ്. സന്മനസ്സുള്ളോർക്ക് ശാന്തിയേകി ദൈവം പറഞ്ഞ ക്രിസ്മസ്. ഓർമ്മയിലുണ്ടൊരു ക്രിസ്മസ്, ഓരായിരം നിറമാർന്ന ക്രിസ്മസ്. ഉഷകാല നക്ഷത്ര സൂനുവായി ഉണ്ണിയേശു പിറന്ന പുണ്യദിനം. കുഞ്ഞുനാളിൽ അമ്മ കാതിലോതി ഉണ്ണി പിറന്നതറിഞ്ഞോ? കുഞ്ഞുനാളിൽ അമ്മ കാതിലോതി ഉണ്ണി പിറന്നതറിഞ്ഞോ? മാനവർ നമ്മൾക്ക് സ്വർഗരാജ വാതിൽ തുറന്ന ക്രിസ്തു. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മാർപ്പാപ്പായിൽ നിന്ന് മെത്രാന്മാരിലേക്ക്, മെത്രാന്മാരിൽ നിന്ന് വൈദികരിലേക്ക് ഒഴുകിയിറങ്ങുന്ന ശ്ലൈഹിക പാരമ്പര്യത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധ കുരിശിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വിശ്വപിതാവിന്റെ പ്രാർത്ഥനകളും വിശുദ്ധ ഗീവർഗീസിന്റെ വിശുദ്ധ അന്തോണീസിന്റെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രാർത്ഥനാ സഹായങ്ങളും വിശുദ്ധ അൽഫോൻസാമയുടെ വിശുദ്ധ മറിയം തെരേസിന്റെയും വിശുദ്ധ ആവറേച്ചന്റെയും വിശുദ്ധ ദൈവസഹായം പിള്ളയുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെയും മധ്യസ്ഥയുടെയും സ്വർഗം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയിരുന്ന കാവൽമാലാക്കയുടെ സംരക്ഷണം നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുന്ന ഓരോ മക്കളെയും, ഈ മാധ്യമ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ലോകമെമ്പാടുമുള്ള മാധ്യമ ശുശ്രൂഷകളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഡിവൈനിൽ മരിയൻ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാപകൽ പ്രാർത്ഥിക്കുന്ന മക്കളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. സാധിക്കുന്നവരെല്ലാം ഒരു ജപമാലയെങ്കിലും ഇന്നേ ദിവസം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിപാലന എല്ലാവരിലേക്കും ഒഴുകുവാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.